കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവ് ആരോപിച്ച് കുടുംബം ഇന്ന് പോലീസിൽ പരാതി നൽകും. ശ്രീജു രേവതി ദമ്പതികളുടെ മകളുടെ തുടയിൽ ചികിത്സാ പിഴവ് മൂലം സൂചി കുടുങ്ങിയെന്നായിരുന്നു പരാതി. ആരോപണത്തിൽ അന്വേഷണം തുടരുകയാണെന്നാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പറഞ്ഞത്. 2024 ഡിസംബർ 24 ജനിച്ച പെൺകുട്ടിക്ക് തൊട്ടടുത്ത ദിവസം ഹെപ്പറ്റൈറ്റിസ് വാക്സിനേഷൻ നൽകുന്നതിനിടെ ചികിത്സാ പിഴവ് സംഭവിച്ചു എന്നാണ് കുടുംബത്തിന്റെ പരാതി. വാക്സിൻ നൽകാൻ ഉപയോഗിച്ച സൂചി കുട്ടിയുടെ തുടയിൽ കുടുങ്ങിയെന്നും പിന്നീട് പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയപ്പോഴാണ് 3.7 സെന്റിമീറ്റർ നീളമുള്ള സൂചി കുടുങ്ങിക്കിടക്കുന്നത് കണ്ടെത്തിയതെന്നും കുട്ടിയുടെ പിതാവ് പറഞ്ഞു. ഹെപ്പറ്റൈറ്റിസ് ബിൻ്റെ വാക്സിൻ എടുത്തു. അപ്പോൾ അന്ന് മുതൽ ചെറിയൊരു ഇതുണ്ട്. അപ്പോൾ അവിടെ നിന്ന് സിസ്റ്റർമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ പഴുപ്പ് വരുന്നു പറഞ്ഞു. നമ്മൾ പിന്നെ അത് വലിയ കാര്യമാക്കിയില്ല. പിന്നെ 2 ആഴ്ച കഴിഞ്ഞിട്ട് ഡോക്ടറെ കാണിക്കാൻ പോയ സമയത്ത് അതിൽ നിന്ന് ഇങ്ങനെ ബ്ലഡ് വരാൻ തുടങ്ങിയ സമയത്ത് ഡോക്ടറെ കാണിച്ചു തരാം. ഡോക്ടർ വന്നത് അത് അതിൻ്റേതല്ല, പിന്നെ ഇഞ്ചക്ഷൻ എടുത്ത് വാക്സിൻ എടുത്തതായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല എന്ന് പറഞ്ഞു. അത് വേറെ പഴുപ്പാന്ന് പറഞ്ഞിട്ട് അതിനുള്ള ആൻറ്റിബയോട്ടിക് എന്ന് പറഞ്ഞു വിട്ടതാണ്. പിന്നെ 5 ദിവസം കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഇവിടെ ചെറിയൊരു കുരു വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒരു ഓയിൽമെൻറ്റ് തന്നിട്ട് പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് ഒരാഴ്ച ആകുമ്പോഴത്തേക്ക് അതിനെ മുട്ടിയിട്ട് അടുത്ത ഇത് വരാൻ തുടങ്ങി. അപ്പോൾ ഇപ്പോൾ കുഞ്ഞിപ്പോൾ 2 ആഴ്ചയായിട്ട് ഉറങ്ങുന്നേ ഇല്ല. രാത്രി നല്ല കരച്ചൽ. കുഞ്ഞ് തന്നെ അത് മുട്ടും പറയുന്നത്. എന്നിട്ട് ഇന്നലെ പയ്യൻ്റെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടുത്തെ പീഡിയാട്രിഷനെ കാണിച്ച സമയത്താണ് അവർക്ക് കിട്ടിയത്. മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയ കുടുംബം ഇന്ന് പരിയാരം മെഡിക്കൽ കോളേജ് പോലീസിലും മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനും പരാതി നൽകും. വിഷയത്തിൽ ആരോഗ്യവകുപ്പ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സാധാരണ നിലയിൽ പിറകുവശത്ത് എടുക്കേണ്ട ഇഞ്ചക്ഷൻ മുൻവശത്തെ എടുത്ത സാഹചര്യവും വാക്സിൻ നൽകാൻ ഇത്തരം സൂചികൾ ഉപയോഗിക്കാറില്ല എന്നതും ഉപയോഗിച്ച സൂചികൾ നശിപ്പിച്ച ശേഷം കണക്ക് രേഖപ്പെടുത്തി വെക്കണമെന്നതിനാൽ സൂചി കാണാതാവുന്ന സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്നും ഉന്നതതല സമിതി അന്വേഷിക്കും. ഡെപ്യൂട്ടി സൂപ്രണ്ട് ചെയർമാനായ സമിതി പീഡിയാട്രിക് സർജറി വിഭാഗം മേധാവിമാരും RMOയും അംഗങ്ങളാണ്. തെറ്റുപറ്റിയെന്ന് കണ്ടെത്തിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പറഞ്ഞു. ന്യൂസ് മലയാളം, കണ്ണൂർ.